ഗായ്സ്, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ ഒരു ഫേസ് പാക്ക് ആണ് പറഞ്ഞത്. നമുക്ക് സൺഡേസിലോ അല്ലെങ്കിൽ ഹോളിഡേയ്സിനകത്തൊക്കെ എഫക്റ്റീവായിട്ട് 101% യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്ക് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ റെഡ് സാൻഡൽ വുഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ മിൽട്ടാനിമിലിറ്റി ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് ഇതാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് സ്ക്രബ്ബറിന് വേണ്ടി പയറുപൊടിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പയറുപൊടി എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പൊടികളെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ല തണുത്ത തൈര് ഇല്ലെങ്കിൽ മെയിനായിട്ട് തണുത്തെന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ സ്കിൻ ഓൾറെഡി ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അത് ഭയങ്കര ഡ്രൈ ആൻഡ് ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ തണുത്ത തൈര് ഉപയോഗിക്കുന്നത്. തണുത്ത തൈര് ഉപയോഗിച്ച് അവിടെ ഒരു സ്റ്റിക്ക് വെച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഈ പൊടിയും ഈ തൈരും എല്ലാം കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിത് കൈവച്ച് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഞാൻ അവിടെ ഒരു സ്റ്റിക്ക് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. തന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്കിത് മിക്സ് ചെയ്യാം. എൻ്റെ അതിനകത്ത് കുറച്ച് വെള്ളം കുറവായിരുന്നു, കുറച്ച് ഞാൻ അതുകൊണ്ട് 1 സ്പൂൺ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെ റോസ് വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളമാണെങ്കിൽ ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിത് പാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് റോസ് വാട്ടർ ഉപയോഗിച്ച് നമുക്കിത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനകത്ത് കട്ടകളൊന്നും ഇല്ലാതെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ രക്തചന്ദനം ഉപയോഗിക്കുന്നതിന്റെ കാരണം നമുക്ക് ഈ ആക്നേസ്, സ്കാർസ് ഒക്കെ ഇതാവും. പിന്നെ മിൽട്ടാനിമിലിറ്റി നിങ്ങൾക്ക് അറിയാലോ എത്രമാത്രം എഫക്റ്റീവ് ആണ്. നമുക്ക് ആന്റി ഏജിങ് ആയിട്ട് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നല്ല ഗ്ലോയിങ് സ്കിൻ തരാൻ വേണ്ടി പറ്റും. നമ്മൾ നാളെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്താലും തലേന്ന് ചെയ്താലും തന്നെ അതിന് നല്ല എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഞാൻ നല്ലതായിട്ട് കൈവച്ച് മിക്സ് ചെയ്തിട്ട് നല്ല മുഖത്ത് തേക്കുന്നുണ്ട്. മുഖത്ത് തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പയറുപൊടി ഇട്ടെന്ന് വെച്ചാൽ ഒരു സ്ക്രബായിട്ടാണ് പയറുപൊടി ഇട്ടേക്കുന്നത്. നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനും എക്സ്ഫോളിയേഷനൊക്കെ ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പയറുപൊടി ഇട്ട് ഇത് സ്മൂത്തായിട്ട് ചെയ്യാതെ നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ തന്നെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് കുറച്ച് സ്ട്രെങ്ത് വെച്ച് ഫോഴ്സ് കൊടുത്ത് നല്ലതായിട്ട് ഉരച്ച് തേക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം ആ പയറുപൊടിയുടെ എഫക്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ അത് കട്ടകളൊന്നും ഇല്ലാതെ തരിതരിയായിട്ട് നമുക്ക് കയ്യിൽ വേണമെങ്കിലും തേക്കാം, കഴുത്തിൽ വേണമെങ്കിലും തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ ടീഷർട്ട് വല്ലാമെന്ന് വെച്ച് ഞാൻ കഴുത്തിൽ തേക്കുന്നില്ല ഗൈസ്, മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വെച്ച് നമുക്ക് തേക്കാം. ഇത് ഒരു മാക്സിമം ഒരു 15 to 20 മിനിറ്റ്സ് അത് ഒരു ഉണങ്ങിയ പരുവാകും. അപ്പോൾ അതിനകത്ത് അത്രയും നേരം വരെ നമ്മൾ നോക്കാം. പിന്നെ ഈ മിൽട്ടാനിമിലിറ്റിയുടെ മെയിൻ എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ സ്കിൻ ഉള്ളവർക്കാണ് ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു ഓയിൽ സ്കിന്നാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇത് മിക്കവാറും ഒരു സാറ്റർഡേ ഭയങ്കര മടിയാണ്, എന്നാലും ഞാൻ ട്രൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ നമുക്ക് ഡീപ്പായിട്ട് ഗ്ലോയിങ് സ്കിന്നും പിന്നെ ടാൻ നല്ലതായിട്ട് മിൽട്ടാനിമിലിറ്റി ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഗൈസ്. പിന്നെ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ വീട്ടിൽ മിൽട്ടാനിമിലിറ്റിയോ ഇല്ലെങ്കിൽ രക്തചന്ദനപ്പൊടിയോ ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് മഞ്ഞപ്പൊടി വെച്ചിട്ട് മഞ്ഞപ്പൊടി മിൽട്ടാനിമിലിറ്റി പയറ് പൊടിച്ചത് വിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതും എഫക്റ്റീവ് ആണ് ഗൈസ്. അത് ഞാനൊരു വേറെ വീഡിയോ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ റിസൾട്ട് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.